തങ്ങൾ നിവേദനം ചെയ്ത ദീർഘമായ ഒരു ഹദീസിൽ കാണും, പൂർവ്വ സമുദായത്തിൽപ്പെട്ട 3 യാത്രികർ യാത്രാ മധ്യേ മലഞ്ചരയിലുള്ള ഒരു ഗുഹയിൽ വിശ്രമിക്കാൻ വേണ്ടി കയറിയിരുന്നു. വിശ്രമത്തിനിടയിൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വന്ന് ഗുഹാമുഖത്തെ പൂർണ്ണമായി അടച്ചു. യാത്രികർ 3 പേരും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ ഗുഹയിൽ അകപ്പെട്ടു പോയി. ഇന്നത്തെ ഭാഷയിൽ ഉരുളുപൊട്ടി. മുകളിൽ നിന്ന് വലിയ പാറക്കല്ല് ഉരുണ്ടു വന്ന് ഗുഹാമുഖത്തെ അടച്ചുകൊണ്ട് ഉരുളുപൊട്ടി. ഇതിനകത്ത് നമ്മളെ മനോരമയുടെ ഫോട്ടോഗ്രാഫർ പെട്ടതുപോലെ പറഞ്ഞുകൂടാ, കാണാതെ ഇവരും പോയി. ഈ ഗുഹാക്കാലത്ത് ഇവർ 3 പേരും അകപ്പെട്ടു പോയി, രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ. അവർ 3 പേരും പരസ്പരം ആലോചിച്ചു, ഇനി എന്തിന് രക്ഷപ്പെടാൻ മാർഗം? ഈ ഗുഹക്ക് അകത്ത് വെച്ചാണ് മുഷാവ. തീരുമാനത്തിൽ വെച്ചിട്ടുള്ള ആൾക്കാർ ആ ഗുഹയ്ക്ക് നല്ല എതിരാപ്പുണ്ടാകും. വലിയൊരു അകപ്പെട്ടത് ആലോചിച്ചാൽ എതിരാത്ത് മനസ്സിലാകില്ല, അവനാൻ തുടങ്ങിയത് ആലോചിക്കാൻ അപ്പോഴാണ് എതിരാത്ത് മനസ്സിലാകാൻ. അങ്ങനെ ആദ്യത്തെയാൾ താൻ ചെയ്ത സാലിഹായ അമല് കൊണ്ട് ഇടവേടി പ്രാർത്ഥിച്ചു. കല്ല് അല്പം നീങ്ങി. രണ്ടാമത്തെയാളും ഇടവേടി പ്രാർത്ഥിച്ചു. കല്ല് വീണ്ടും നീങ്ങി. മൂന്നാമത്തെയാൾ ഇടവേടി പ്രാർത്ഥിച്ചു. കല്ല് പരിപൂർണമായി നീങ്ങി. നിന്ന് അത്ഭുതകരമാവണ്ണം രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് അത്യാവശ്യങ്ങളിൽ അകപ്പെടുന്ന സമയത്ത് ഇടവേടി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഫലവത്താകുന്നു എന്നാണ് നമ്മുടെ പക്ഷം. അതിന് മറ്റ് ദുന്യായങ്ങൾ പറഞ്ഞ് വിമർശിക്കപ്പെടേണ്ടതില്ല. ഓരോരുത്തർക്ക് സ്വന്തമായി തോന്നുന്ന ന്യായങ്ങൾ കണ്ടെത്തി വിമർശിക്കപ്പെടേണ്ട കാര്യമില്ല. പ്രമാണങ്ങളിൽ ഇത് സംബന്ധിച്ച് പരാമർശമുള്ള സ്ഥിതിക്ക് ഇത് കർമ്മങ്ങളാണ്. ഇനി സദ്വൃത്തരെക്കൊണ്ടുള്ള അവസ്ഥ നോക്കൂ. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് വേദം നൽകപ്പെട്ടവരും ബഹുദൈവ വിശ്വാസികളും തമ്മിൽ സംഘട്ടനം ഉണ്ടാകുമ്പോൾ വേദക്കാർ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ വരാൻ പോകുന്ന പ്രവാചകരെ കൊണ്ട് ഇടചാടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറയുന്നു. സൂറത്തുൽ ബഖറയിൽ وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. വേദക്കാരും ബഹുദൈവ വിശ്വാസികളും തമ്മിൽ സംഘടനം ഉണ്ടാകുമ്പോൾ, യുദ്ധം ഉണ്ടാകുമ്പോൾ വേദം നൽകപ്പെട്ട ആളുകൾ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ വരാൻ പോകുന്ന പ്രവാചകരെ കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. വേദക്കാർ പ്രവാചകരെ കൊണ്ട് ഇടതേടി പ്രാർത്ഥിച്ചതിനെ പടച്ച തമ്പുരാൻ അംഗീകരിക്കുകയും വാഴ്ത്തി പറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി മുതലായവർ തങ്ങളുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് وكانوا يقولون اللهم انصرنا وافتح علينا بحق محمد النبي الأمي. ഇമാം ഖുർത്തുബി തങ്ങളുടെ തഫ്സീറിൽ وكانوا يقولون അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണമേ, ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ. അല്ലാഹുമ്മ അൻസുർനാ വഫ്തഹ് അലൈനാ, ഞങ്ങളെ നീ സഹായിക്കണമേ, ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ. ബിഹഖ്ഖി മുഹമ്മദിൻ നബിയിൽ ഉമ്മി, നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണമേ, ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. അവർ സൂറത്തുൽ ബഖറയിലെ ആയത്ത്, ഈ ആയത്തിന് മുൻകാല മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കാനുള്ള പ്രോത്സാഹനം ആകുന്നു. വിമർശകർക്ക് പറയാനുള്ളത്, തങ്ങൾ സ്വന്തമായി കണ്ടെത്തിയ ചില ഭൂമിയായങ്ങൾ മാത്രമാണെന്ന വസ്തുത മറക്കാതിരിക്കുക.
തെളിവുകളുടെയോ പ്രമാണങ്ങളുടെയോ പിൻബലം ഇല്ല എന്നർത്ഥം. ഖുർആനിൽ തന്നെ സൂറത്തുൽ മാഇദയിലെ 35-ാമത് ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അവന്റെ ദോഷബാധയെ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദോഷബാധയെ സൂക്ഷിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അവരിലേക്ക് നിങ്ങൾ വസീലയെ തേടുകയും ചെയ്യുക. സൂറത്തുൽ മാഇദയിലെ 35-ാമത് ആയത്ത്. ഈ ആയത്തിന് കടുത്ത വഹാബി ചിന്തകനായ അല്ലാമ ആലൂസി അദ്ദേഹത്തിന്റെ റൂഹുൽ മആനി എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം ولا أرى بأسا في التوسل بجاه النبي صلى الله عليه وسلم عند الله تعالى حيا وميتا. ഞാൻ യാതൊരു വിരോധവും കാണുന്നില്ല. വല അറാ ബഅസൻ, ഞാൻ യാതൊരു വിരോധവും കാണുന്നില്ല. ഫി തവസ്സുലി ബിജാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുന്നതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ യാതൊരു വിരോധവും കാണുന്നില്ല. അല്ലാഹു തആലയുടെ അടുക്കലുള്ള ജാഹ് കൊണ്ട് ഹയ്യക്കമൈത്തൻ, തങ്ങളുടെ ജീവിതകാലത്തും മരണാനന്തരം. അപ്പോൾ പ്രവാചകന്റെ ജീവിതകാലത്തും തങ്ങളുടെ മരണാനന്തരവും തങ്ങളുടെ ജാഹ് കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്ന് സൂറത്തുൽ മാഇദയിലെ 35-ാം ആയത്തിന് ആലോചന നൽകുന്ന തഫ്സീർ. സൂറത്തുൽ ബഖറയിലെ ആയത്തിന് ഖുർആനിൽ നൽകുന്ന തഫ്സീർ തങ്ങളുടെ ഹഖ് കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മഹാന്മാരുടെ ഹഖ് കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമ്മൾ കുറച്ച് ആളുകൾ യോഗം ചെയ്ത് തീരുമാനിച്ചതല്ല. ഖുർആനിൽ ഒന്നിലധികം ആയത്തുകൾ, ആ ആയത്തിന് കഴിഞ്ഞ കാല മുഫസ്സിറുകൾ നൽകിയ തഫ്സീറുകൾ. മലയാളത്തിൽ വല്ലവരും പരിഭാഷ എഴുതുമ്പോൾ എല്ലാം കൂടി എഴുതിയിട്ടുണ്ടാവില്ല. മലയാളം ചെറിയ ഭാഷയാണ്. മലയാളത്തിൽ എല്ലാം കൂടി എഴുതാനോട് സാധിക്കില്ല. അത്രയും ഉണ്ടാവുള്ളൂ എന്ന് ഊർജ്ജമില്ല. പരിശുദ്ധ ഖുർആനിന്റെ മുൻകാല മുഫസ്സിറുകൾ ഔദ്യോഗികമെന്നോ അല്ലെങ്കിൽ അംഗീകൃതമെന്നോ മുസ്ലിം ലോകത്തിന് അവകാശപ്പെടാവുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള തഫ്സീറുകളാണ്. അതുകൊണ്ട് ഒന്നിലധികം ഖുർആൻ ആയത്തുകൾ മഹാന്മാരെ കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കാനുള്ള പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. വിമർശകർക്ക് തങ്ങൾ സ്വന്തമായി കണ്ടെത്തിയ ന്യായങ്ങൾ മാത്രമാണ് ഈ വിഷയകമായി പറയാനുള്ളത്. സ്വന്തമായി കണ്ടെത്തിയ വേറൊന്നും എടുത്തിരിക്കാൻ. ഈ ഹദീസുകൾ നോക്കൂ. ഹദീസിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹീഹുൽ ബുഖാരിയാണെന്ന് അറിയാമല്ലോ. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്നാണ് പണ്ഡിതമത. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഏറ്റവും പ്രബലം പ്രാമാണികം സഹീഹുൽ ബുഖാരിയാകുന്നു എന്നർത്ഥം. ഈ സഹീഹുൽ ബുഖാരി ഉള്ള ഹദീസ് മലക്ക് ശാപം നേരിട്ട സന്ദർഭങ്ങളിൽ മഹാന്മാരായ സഹാബത്ത് ചെയ്ത പ്രാർത്ഥന, اللهم إنا كنا نتوسل إليك بنبينا صلى الله عليه وسلم فتسقينا وإنا نتوسل إليك بعم نبينا فاسقنا. അല്ലാഹുവേ, ഞങ്ങളുടെ നബിയെ കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് ഇടനാടുകയും ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ നബിയുടെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു തആല തങ്ങളെ കൊണ്ട് ഞങ്ങളിതാ നിന്നിലേക്ക് ഇടനേടുന്നു, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ കൊണ്ടും പ്രവാചകന്റെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു തആല എന്നിവരെ കൊണ്ടും സഹാബത്ത് ഇടതേടി പ്രാർത്ഥിച്ചത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാവുന്നതാണ്. ഖുർആനും ഹദീസിനോട് പറയാതെ മുസ്ലിമീങ്ങളെ ഇനി എന്ത് വേണം? അതിലപ്പുറമാണോ ചില ആളുകളെ കണ്ടെത്തുന്ന ന്യായവാദങ്ങൾ? അതിന്റെ അപ്പുറമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തങ്ങളുടെ ജീവിതകാലത്തും അബ്ബാസ് എന്നവരെ കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും
ദ്വാ ചെയ്യാൻ നേതൃത്വം നിർത്തി അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ചു എന്നല്ല ഈ ഹദീസിന്റെ അർത്ഥം. പിന്നെ അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു എന്ന് തുടങ്ങുന്ന അല്ലാഹുമ്മ മുതൽ തുടങ്ങുന്നത് ഇഖ്ബാർ അല്ല, ഇൻഷാ ആണ്. അത് തന്നെ ഇടനേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ചു എന്നത് മറ്റൊരു വസ്തുത. ഈ അല്ലാഹുമ്മ കൊണ്ട് ആരംഭിക്കുന്നത് ഇഖ്ബാർ അല്ല, ഇൻഷാ ആണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ജനതാക്കം ഉണ്ട്. അതുകൊണ്ട് അവർ ഇടനേടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.